അയ്യോ, അതൊന്നും എനിക്കറിയുന്ന കാര്യമില്ല. ഞാനൊന്നും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ മുമ്പിൽ ജനങ്ങളുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. ശശി എല്ലാ കാലത്തും ജനങ്ങളെ കൂടെയാണ്. ശശി എല്ലാ കാലത്തും ജനങ്ങളുടെ കൂടെയാണ്. ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ശശിയെ സംബന്ധിച്ച് മരിക്കുന്നവരെ ഉണ്ടാവില്ല. അത് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പറഞ്ഞില്ല. ജനങ്ങളിൽ നിന്ന് ഞാൻ എപ്പോൾ മാറി നിൽക്കുന്നു അന്ന് നിങ്ങൾ ഉറപ്പിച്ചോളണം ശശി മരണപ്പെട്ടു എന്ന്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടല്ലാതെ. ഇപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് കാലത്തും തന്നെ എത്ര ആളുകളാണ് എന്നെ കാണാൻ വന്നിരിക്കുന്ന അറിയുന്നത്. പരിപാടികൾ കഴിഞ്ഞ് കാരാകുശി പോയി, അലനല്ലൂർ പോയി, തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് ഒരു 8-10 ആൾ കാത്തിരിക്കുക. എൻ്റെ വീട്ടിൽ കാത്തിരിക്കുക, എന്നെ കാത്തിരിക്കുക അവരെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതിലെല്ലാം ഇടപെടുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുമ്പോട്ട് പോകും. എന്നെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാൻ അനുവദിക്കാതെ എന്നെ വീട്ടിലെടുത്താമെന്ന് കണ്ടക്ടർ CPM-ൻ്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവർ നിരാശരായി. ആരൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈ പാലക്കാട്ടെ ആ കസേരമേൽ കയറി കുത്തിരിക്കുന്നില്ല ഇവർ തന്നെ. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയില്ല, സെക്രട്ടറി ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു തന്നെ. ഈ ചെർപ്പളശ്ശേരിയിൽ നിന്ന് അത്തരത്തിലുള്ള എവിടെ ചെർപ്പളശ്ശേരി ഇതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ സമയം കുറവ് വേണ്ടിയെന്ന്. ഇപ്പം ഇവിടുത്തെ വലിയ നേതാവായിട്ട് നിൽക്കുന്ന വിദ്വാനുണ്ടല്ലോ, ആ വിദ്വാൻ എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് എനിക്ക് സെക്രട്ടറി ആവണം, ഒരു ടേം സെക്രട്ടറി ആയിട്ട്, പിന്നെ ഞാൻ നാടിന്ന് വിട്ടാലും വേണ്ടില്ല, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യക്കെന്ന് പറഞ്ഞ വിദ്വാൻ. നിങ്ങൾക്കറിയോ അത്? ഇയാൾ ഉമ്മർഖാനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഉമ്മർഖാനെ കൂട്ടിയിട്ടാണ് വന്നത്. ഉമ്മർഖാനോടുള്ള ബഹുമാനം വെച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ സെക്രട്ടറി ആയത്. നിങ്ങൾക്കറിയോ അത്? അല്ലെങ്കിൽ വേറെ ഒരാളാണ് ആവേണ്ടിയിരുന്നത്. ആളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അയാൾ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് പഠിച്ചു പോട്ടെ. ഒപ്പം നിന്നവരെന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ താങ്കളെ എതിർത്ത് പറയുകയും പാരവയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തോന്നുന്നുണ്ടായില്ല? അല്ല, ഒരു വിഷമമില്ലല്ലോ. അവരവരുടെ ധർമ്മം നിർവഹിക്കണം, ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കണം. പിന്നെന്താ വിഷയമുള്ളത്? ഒരു കുഴപ്പമില്ല. അയ്യേ, അതിലൊന്നും ഒരു പ്രയാസം എനിക്ക് തോന്നിയിട്ടില്ല. അതൊന്നും അവരവരുടെ സ്വഭാവം വെച്ചിട്ടുള്ള നിലപാടുകളായിട്ട് അവർ മുമ്പോട്ട് പോട്ടെ. ഞാൻ എൻ്റെ നിലപാടുമായിട്ടല്ലേ ഞാൻ മുമ്പോട്ട് പോകുന്നത്. അവരവരുടെ കർമ്മം ചെയ്യുന്നു, ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു. ഓക്കെ.